മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 46-കാരന്റെ മരണം വിവാദമാകുന്നു. ചികിത്സയിൽ ഗുരുതരമായി പിഴവുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ 46 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു. ആശുപത്രിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. കാഞ്ഞിരക്കോട് മുല്ലയ്ക്കൽ വീട്ടിൽ നവീഷാണ് ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ മരണമടഞ്ഞത്. കൈവിറയലിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ നവീഷിന് കാര്യമായ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ 10 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം വെങ്കക്കാട് സ്വദേശിയായ യുവതി ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ രക്തം വാർന്നു മരിച്ചതും മുണ്ടത്തിക്കോട് സ്വദേശിക്ക് സമാനമായ അനുഭവമുണ്ടായതും ചൂണ്ടിക്കാട്ടി DCC സെക്രട്ടറി K. അജിത് കുമാർ രംഗത്തെത്തി. മതിയായ അടിസ്ഥാന സൗകര്യങ്ങളോ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമോ ഇല്ലാതെ ജില്ലാ ആശുപത്രി വെറുമൊരു റഫറൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇന്നും 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരണമടഞ്ഞിരിക്കുകയാണ്. ഇതൊരു നിരന്തര കഥയാണ്. ഒരുപാട് പേരായി ഇതുപോലെ തന്നെ കാരണങ്ങളില്ലാതെ മരണമടയുന്നു. ഇവിടെ നടന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ചെറിയ കൈയിന് വിറയലായിട്ട് ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ അടിച്ചതിന് ശേഷം കാലത്തൊരു 10 മണിയോടുകൂടി അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഇത് നിരന്തരം കഴിഞ്ഞ ദിവസം യൂട്രസ് റിമൂവ് ചെയ്യാൻ വന്ന എങ്കക്കാട് സ്വദേശിനി അവർ ഇവിടെ മരണമടഞ്ഞു. യൂട്രസ് റിമൂവ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ത്രീ ബ്ലീഡിങ്ങായി യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം ബ്ലീഡിങ്ങായി അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വീണ്ടും സർജറി നടത്തിയിട്ടാണ് രക്ഷപ്പെട്ടത്. നിരവധി ഈ ആശുപത്രിയിൽ മാത്രമല്ല, കേരളത്തിലെ നിരവധി ആശുപത്രികളിൽ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി പാവപ്പെട്ട ചെറുപ്പക്കാരും കുടുംബത്തിൻ്റെ നാഥന്മാരും നാഥകളും ഒക്കെയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിയന്തരമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ, ഈ ഓപ്പറേഷനുകളൊക്കെ ഇവർ ഏറ്റെടുക്കുന്നത്. അടിയന്തരമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇത്തരം മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. അത് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ ഞങ്ങൾ നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം, മരണകാരണം അറിഞ്ഞതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് നീങ്ങും. മരണങ്ങളിൽ അസ്വാഭാവികതയുണ്ടെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് രാജേന്ദ്രൻ അരങ്ങത്ത്, ജിജോ കുര്യൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും കൌൺസിലർമാരും ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് CCV.